ഒരു വലിയ തെങ്ങ് മറിച്ചിട്ടാലേ ആ തെങ്ങ് പണിയെടുത്ത കർഷകരെ വിഷമം വേദന അറിയാവുള്ളൂ. അത് വന്നിട്ട് അവർ 500 രൂപ 750 രൂപയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. തരുന്നത് എത്രയാണ് നമുക്ക് ഇതുവരെ ഇവിടെ കിട്ടിയതായിട്ട് അറിയത്തില്ല. പരമാവധി ഇതുപോലെ എടുത്തോണ്ട് പോയിട്ടുണ്ട്, ഒന്നും കിട്ടിയതായിട്ട് അറിയത്തില്ല. പിന്നെ അതും അവരുടെ ഭാഗത്ത് ഉദാസീനം ഉണ്ടാകുന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ അത് തോക്കുവേലി നോക്കാത്തതിന് അതിന് വള്ളി കയറും അല്ലെങ്കിൽ കാടയെ വെള്ളം കയറി കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ആന മിനിഞ്ഞാന്ന് പൊട്ടിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ തന്നെ രണ്ട് വലിയ എറിയ കളഞ്ഞു, തോട്ടം നശിപ്പിച്ചു. ഏതാണ്ട് ഒരു 35 കൊല്ലമായിട്ടുണ്ട് ഈ പ്രശ്നമുണ്ട്. ആന ഇറങ്ങുന്നുണ്ട്. അത് ഈ പ്രാവശ്യം 3-4 കൊല്ലമായിട്ട് ഇത്ര സമർത്ഥമായിട്ട് കണ്ടമാന നാശം ഉണ്ടാകുന്നത്. പന്നി, മാന്, കുരങ്ങ്, പിന്നെ ആന എല്ലാം വരുന്നുണ്ടല്ലേ. ആ പറമ്പ് മുഴുവൻ വാഴയാണ്. എല്ലാം ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ പൂവൻ വാഴയല്ലേ തകർത്ത് പോയി. വാഴയും കളഞ്ഞിട്ടുണ്ട്, കാപ്പിയും പൊടിച്ചിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് പ്രശ്നമില്ലാതിരിക്കുക. ഇല്ല, കുറച്ച് നാളായിട്ടുണ്ടായില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് നടവേല് നെയ്ക്കുപ്പ എന്ന് പറയുന്ന പ്രദേശത്താണ്. നെയ്ക്കുപ്പയിലെ വന്യമൃഗശല്യം, പ്രത്യേകിച്ച് കാട്ടാനയുടെ പ്രശ്നമൊക്കെ നമ്മൾ നിരവധി തവണ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുള്ളതാണ്. കുറച്ച് നാളായിട്ട് ഏറ്റവും അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കുള്ളൻകൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയുടെ പ്രശ്നം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രദേശത്ത് അധികം കാട്ടാനയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ആന ഇറങ്ങി ഈ പ്രദേശത്തെ ഒരു പറമ്പിലൊക്കെ വന്ന് 3-4 തെങ്ങും കാര്യങ്ങളും കൃഷികളും ഒക്കെ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. അതായത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ ഒരു ആനപ്രശ്നത്തിന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഏതായാലും ആ ഒരു പ്രദേശത്തേക്ക് പോകാം. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നേരിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു വീട്ടിലാണുള്ളത്. ഇനി നമ്മൾ ആ ഒരു പറമ്പ് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് നോക്കി കാണാനായിട്ട് പോകുന്നത്. നമുക്ക് സ്ഥലത്തിൻ്റെ ഉടമസ്ഥരാരും ഇല്ല. നമുക്ക് പേരെങ്ങനെയാണ്? എൻ്റെ പേര് എൽവിൻ. എൽവിൻ, സ്ഥലം കാണിച്ചു തരില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു പറമ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് നടന്ന എന്നാ മിനിങ്ങാന്നാ? 2 ദിവസമായെന്ന് പറഞ്ഞ. ഇപ്പോൾ കുറച്ചായിട്ടില്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു, കുറച്ചായിട്ട് ആനയുടെ പ്രശ്നം ഇല്ലായിരുന്നു. മാത്രമല്ല സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ നെയ്ക്കുപ്പ. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു മാസത്തിലധികമായിട്ട് ഇപ്പോൾ ആന ഇല്ലാതിരുന്നൊരു സമയം വന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ സ്ഥലം തന്നെയാ? ഇത് അപ്പം എന്നാ ചെയ്യുന്നത്? പപ്പയ്ക്ക് മറ്റേ മേലൊരു കടയുണ്ട്. കടയാ? ആ കാണുന്ന ഫോറസ്റ്റ് അല്ലേ? അതെ, അത് ഫോറസ്റ്റാ. അത് ഏത് ഇവിടുന്ന് കണ്ട ആന ഇറങ്ങി ഇവിടെ. അത് ഏത് ഇതാണ് ഫോറസ്റ്റിന്റെ പേരെന്നാ? ചെഞ്ചടിയിലായിരിക്കും. ചെഞ്ചടി അല്ലേ? ഈ കാണുന്നത് ചെഞ്ചടി എന്ന് പറയുന്ന വനമേഖലയാണ്. ഈ വയലിൻ്റെ അങ്ങേ അറ്റത്താണ് നമ്മൾ ഇതിനു മുന്നേ കുള്ളൻകൊമ്പൻ എന്ന് പറയുന്ന ആന ഇറങ്ങി ഒരു ഷെഡൊക്കെ തകർത്ത ആ ഒരു ഇതൊക്കെ ഉണ്ട്. ആന ഈ വയലിൽ കൂടെ ആയിരിക്കും വരുന്നത്? ആയിരിക്കും. ഇവിടെ വന്നല്ലേ? ഇതൊന്ന് പിന്നെ താഴേക്കുണ്ട്. വലിയ ആന തന്നെയാട്ടോ. കുറേ സമയം ഇവിടെ നിന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ആന കൊണ്ടൊക്കെ മിനിയാൻ തേതൊരു മഴ പെയ്തുകൊണ്ട് ഒക്കെ പോയി. തെങ്ങാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ കൂമ്പ് തിന്നാൻ വേണ്ടിയിട്ടല്ലേ ഇത് മറിക്കുന്നത്? ചെറിയൊരു സാധനം തിന്നാനാട്ടോ. എന്തായാലും ഒരു 4-5 വർഷം പഴക്കമുള്ള തെങ്ങല്ലേ ഇത്? ഉണ്ടാവും. കയറി വന്നത് എലിയായിരുന്നു. അല്ല, ഇവിടെ ഈ കമ്പിക്കകത്ത് കറണ്ട് കൊടുക്കുന്നില്ല? അത് എന്തോ കഴിഞ്ഞ പ്രാവശ്യം എന്തോ മരം വെട്ടിയപ്പോ പൊട്ടിപ്പോയി. അപ്പൊ ഒന്നും ഇട്ടിട്ടില്ല. ഇതൊക്കെ ഈ പ്രാവശ്യം പറഞ്ഞാ? അല്ല, ഇത് മഴയത്ത് പോയതല്ലേ? ഇത് പിന്നെ ഇതൊന്നല്ലേ? താഴെ കേട്ടോ ഒരു തെങ്ങ് കിടക്കുന്നതാണ്. മൊത്തം എത്ര തെങ്ങ പോയേ? 4 കണ്ടോ? 4 കണ്ടോ? അവിടെ ഒരു തെങ്ങ് കിടപ്പുണ്ട്.
ഇവിടെയാണ് അതിൻ്റെ ഇതാ പിന്നെ ഇത് പറഞ്ഞല്ലേ ഇതിന് ഒത്തിരി വലുതല്ലാന്നെങ്കിലും വിചാരിക്കാം അല്ലേ? അത് തയ്യാ തയ്യാല്ലേ? ഇതിന് മുന്നേ ഈ പറമ്പിൽ ആന വന്നിട്ടില്ലേ? ആ ഉണ്ട്. സ്ഥിരം വരുന്നതാണല്ലോ അല്ലേ? ഓ കുറച്ചായിട്ട് എടുത്തില്ല. വേറെന്തൊക്കെയാ കളഞ്ഞ? വേറൊന്നും കവുങ്ങ് വാഴയൊക്കെ കളഞ്ഞെന്ന് പറയുന്നട്ടെ, അതെവിടെയാ? അത് ഇവിടെ എല്ലാം തോന്നുന്നു. നമ്മുടെ തെങ്ങുന്നാ പറഞ്ഞത്. 4 തെങ്ങ് കളഞ്ഞേക്കുന്നേ. ആ ഇതാണ് കേട്ടോ. ഇടയ്ക്കും തിരക്കും ഒക്കെ ഇങ്ങനെ ആന ഇറങ്ങി കാർഷിക വിളകളൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ വേറെ കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളതും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈ 4 തെങ്ങും ഒറ്റ രാത്രി കൊണ്ട് മറിച്ച് വെക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജോസ് കുരിക്കാട്ടിൽ നിന്ന്. ചേട്ടൻ്റെ പറമ്പിലാലേ ഇപ്പം തെങ്ങ് കളഞ്ഞല്ലേ? തെങ്ങ് കളഞ്ഞിരിക്കുന്നത് മിനിഞ്ഞാന്ന് ആന ഇറങ്ങിയത്. 2 മാസമായിട്ട് ആനയുടെ ശല്യം ഇല്ലായിരുന്നു. വനംവകുപ്പ് മുൻകൈ എടുത്ത് തൂക്കുവേലി നിർമ്മിച്ച് പിന്നെ ആന ഇറങ്ങാതെയായിരുന്നു. അതിന് ഭയങ്കര ശല്യമായിരുന്നു 4-5 കൊല്ലമായിട്ട്. പക്ഷേ അത് നോട്ടക്കുറവാണ്. ഫോറസ്റ്റുകാർ വനംവകുപ്പ് അതിന് വാച്ചർമാരെ നിർത്തുമോ, നോക്കാത്തതിൻ്റെ പേരിൽ വള്ളി കയറിയോ അല്ലെങ്കിൽ ആനയ്ക്ക് കടന്നു പോകുന്നില്ല. കാരണം ആ നോട്ടമില്ല. ആൾക്കാർ ബഹളമല്ല, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോൾ അവർ എന്തെങ്കിലും ചെയ്യും. അതുപോലെ തന്നെ റെയിലിൻ്റെ ഇതുണ്ട്, അതെ, ആ ഫെൻസിങ്ങിന് പകുതി ഉള്ളൂ. കഴിഞ്ഞ മഴക്കാലത്തിന് മുമ്പായിട്ട് പണി തീർക്കാമെന്ന് ഉറപ്പ് പറഞ്ഞതാണ്. എന്നിട്ട് തീർക്കാതിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശല്യം മൂത്ത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ തൂക്കുവേലി ഇട്ടത്. പക്ഷെ അത് തൂക്കുവേലി നോക്കാത്തതിന് അതിൽ വള്ളി കയറുമോ അല്ലെങ്കിൽ കാടയോ വെള്ളം കയറി കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും ആന മിനിഞ്ഞാന്ന് പൊട്ടിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് നമ്മുടെ തന്നെ 2 വലിയ തെങ്ങ് എറിയെന്ന് പറഞ്ഞു തോട്ടം നശിപ്പിച്ചു. പിന്നെ തൊട്ടടുത്തുള്ള വീട്ടിലെ അന്തോണിച്ചേട്ടൻ്റെ അന്തോണിച്ചേട്ടൻ്റെ പറമ്പിൽ തെങ്ങും വാഴയും കാപ്പിയും എല്ലാം കളഞ്ഞെന്ന് പറഞ്ഞ കേട്ടത്. ഞാൻ കണ്ടില്ല, പറഞ്ഞ കേട്ടിട്ടുണ്ട്. ആനയുടെ ശല്യം കൊണ്ട് പൊറുതി മുട്ടിരിക്കും. ഈ നെയ്ക്കുപ്പ പ്രദേശം പ്രത്യേകിച്ച് പറഞ്ഞാൽ 3 വശം ഫോറസ്റ്റാണ്, 1 വശം പുഴയാണ്. അപ്പോൾ അതുകൊണ്ട് വന്യമൃഗങ്ങൾ ഇറങ്ങാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ നോട്ടക്കുറവ് കൊണ്ടാണ് കൂടുതൽ ഭാഗം. പിന്നെ തന്നെയല്ല, ഇപ്പോൾ തെങ്ങ് കളഞ്ഞാൽ തന്നെ അവർ പരമാവധി ചുരുങ്ങി തുച്ഛമായ പൈസ വീഴുന്നു. അത് കിട്ടേ തന്നെ ചിലപ്പോൾ 3-4 പലരും കിട്ടുന്നില്ലെന്നാണ് പറയണത്. നമുക്കതിനെ കിട്ടി അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തുള്ള ഉദാസീനതയാണ് ഇതിൽ കൂടുതൽ. നോട്ടം ഉണ്ടെങ്കിൽ ഈ തൂക്കുവേലി കേട്ടിട്ട് വാച്ചർമാരെ നിർത്തിയാൽ കണിശമായിട്ടും ആന ഇറങ്ങിയാലെന്ന് ഉറപ്പ്. 2-2.5 മാസമായിട്ട് ആന ഇറങ്ങുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ആന ഇറങ്ങാൻ തുടങ്ങി. ഇനി ഇത് മുമ്പോട്ട് കൂടുകയുള്ളൂ. പിന്നെ ഞാനിപ്പം എപ്പോഴും മഴക്കാലമെന്ന് ഒന്നുമില്ല, ഏത് സമയത്ത് വേനലാണേലും മഴയാണെങ്കിലും ശരി ആന വരികയും നാശം ഉണ്ടാക്കുന്നുണ്ട്, കണ്ടമാനം എല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ വർഷങ്ങളായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുന്നതാണല്ലോ അല്ലേ? എല്ലാവരുടെയും പറമ്പിൽ കൂടെ ഏതാണ്ട് 35 കൊല്ലമായിട്ടുണ്ട് ഈ പ്രശ്നമുണ്ട്. ആന ഇറങ്ങുന്നുണ്ട്. അത് ഈ പ്രാവശ്യം 3-4 കൊല്ലമായിട്ട് ഇത്ര സമർത്ഥമായിട്ട് കണ്ടമാന നാശം ഉണ്ടാക്കുന്നത്. പന്നി, മാന്, കുരങ്ങ്, പിന്നെ ആന എല്ലാം വരുന്നുണ്ടല്ലേ? ഇത് പരാതി ഇതിന് മുന്നേ എന്തെങ്കിലും നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും നഷ്ടപരിഹാരമൊക്കെ ഇവിടെ പല പ്രാവശ്യം ആന ഇറങ്ങുകയും ബഹളമുണ്ടായ സമയത്ത് പല പ്രാവശ്യം അവർ പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ അവർ വരും, വന്ന് നോക്കി പോകും. പക്ഷേ വേണ്ട രീതിയിൽ നഷ്ടപരിഹാരം കൊടുക്കാനോ പിടിക്കാൻ സ്ഥലം. കാരണം ഇത് പല രീതിയിൽ അധ്വാനിക്കാത്ത ആൾക്കാർ വനവകുപ്പിലുള്ളത്. കാരണം അതുപോലെ മനസ്സിലാക്കേണ്ടത്, ഒരു തെങ്ങ് വെച്ച് അതിൻ്റെ വ്യാപാരം കിട്ടണ എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ടെന്ന വ്യക്തിക്കുന്ന കർഷകന് മാത്രമേ അറിയാൻ സാധിക്കും. ഒരു വലിയ തെങ്ങ് മറിച്ചിട്ടാലേ ആ തെങ്ങ് പണിയെടുത്ത കർഷകന് വിഷമം വേദന അറിയാവുള്ളൂ. അത് വന്നിട്ട് അവർ 500 രൂപ 750 രൂപയൊക്കെ എഴുതിക്കൊണ്ട് പോകുന്നത്. തരുന്നത് എത്രയാണ് നമുക്ക് ഇതുവരെ ഇവിടെ കിട്ടിയതായിട്ട് അറിയത്തില്ല. വരവാശി ഇതുപോലെ എടുത്തോണ്ട് പോയിട്ടുണ്ട്, ഒന്നും കിട്ടിയതായിട്ട് അറിയത്തില്ല. പിന്നെ അതും അവരുടെ ഭാഗത്ത് ഉദാസീനം ഉണ്ടാകുന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ അത് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർ എന്ത് തുച്ഛമായ പൈസ കൊടുത്ത് യാതൊരു കാര്യമില്ല. ഈ പ്രദേശം ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ആന്റണി, കണ്ടയത്ത്. വീട്ടുപേര് കണ്ടയത്ത്. എൻ്റെ പേര് ആന്റണി. ആന്റണി. പറമ്പിൽ എന്തൊക്കെയായിട്ടാ കളഞ്ഞേ? വാഴയും കളഞ്ഞിട്ടുണ്ട്, കാപ്പിയും പൊടിച്ചിട്ടുണ്ട്. ഇത് എന്നായിരുന്നു സംഭവം? എന്നായിരുന്നു? മിനിഞ്ഞാന്നല്ലേ അന്ന് ഇവിടെ ഇറങ്ങി വന്നതിന് അവിടെ
ഒരേ ദിവസം ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടാ പോകാം. കുറച്ച് നാളായിട്ട് പ്രശ്നമില്ലാതിരിക്കുന്നത് അല്ലേ? അതില്ല, കുറച്ച് നാളായിട്ടുണ്ടായില്ല. എനിക്കൊന്നും കാണിച്ചു തരുമോ സ്ഥലം? ആ, കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ആദ്യം കണ്ട ആ പറമ്പിൽ നിന്ന് നേരെ ഈ ചേട്ടൻ്റെ പറമ്പിൻ്റെ ഭാഗത്തേക്കാണ് വന്നത്. ഈ പറമ്പിൽ കൂടുതൽ കാപ്പിയല്ലേ ചേട്ടാ ഇവിടെ? കാപ്പിയാണ് ഓടിച്ചോടിച്ചിരുന്നത്. അല്ല, ചേട്ടൻ്റെ പറമ്പിൽ കൂടുതൽ കാപ്പിയല്ലേ? അതെ. ഇവിടെ പന്നിക്ക് ഷോക്കൊക്കെ ഇട്ടത് അതൊക്കെ ആന കളഞ്ഞു. ആന കൂടാതെ മറ്റേ വേറെ എന്തൊക്കെയാ വരുന്നത്? പന്നിയൊക്കെ വരുന്നുണ്ടാവും അല്ലേ? പന്നി വരവുണ്ടല്ലോ. അല്ലേ? പിന്നെ കാപ്പി ഓടിച്ച് ഇങ്ങനെ ഈ ലേ കാപ്പി ഓടിച്ച് അങ്ങോട്ട് പോയി. ഇത് കണ്ടോ? എവിടെ കാപ്പി പിടിച്ചേ? ആ, അതല്ലേ? അത് തന്നെ കാപ്പി പിടിച്ചിട്ടാണ്. അതിൻ്റെ അപ്പുറം കാപ്പി പിടിച്ച്. ഇതൊക്കെ പിടിച്ചു കളഞ്ഞാ? ആ, ഇത് കണ്ടോ വാഴ കളഞ്ഞിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ കളഞ്ഞു. പോകുന്ന വഴിക്കവിടെ ഉള്ളതൊക്കെ കളഞ്ഞല്ലേ? അത് കണ്ടോ? ആ, ഇതൊക്കെ കളഞ്ഞാലേ? ഇതിനെങ്ങനെ കാപ്പി തകർത്തതാണ്. കാപ്പി എന്താ വാഴ കളഞ്ഞേ? ആ, വാഴ കളഞ്ഞു. ഈ തോട്ടത്തിലൂടെ ഒക്കെ ഉണ്ടെന്നേ വാഴ ഒക്കെ കളഞ്ഞു പോയത്. കുറേ വാഴ കളഞ്ഞിട്ട്? ആ, അവിടെ നിന്ന് താഴത്തേക്ക് നോക്കാൻ കാണാം. ഓ, ഇത് മൊത്തം കളഞ്ഞായിരിക്കും അല്ലേ? ആ, എന്താ നടക്കാൻ മേല, അല്ലെങ്കിൽ കാണിച്ചു തരാം. നടക്കാൻ മേലാട്ടെ. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടോ? വാഴ കംപ്ലീറ്റ് ഒടിഞ്ഞേക്കുന്നതാണ്. കംപ്ലീറ്റ് ആന തിന്നിരിക്കുന്നതാണ്. ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ ഈ പറമ്പിൽ കൂടെയൊക്കെ. ഇതുണ്ടോ? ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ ഈ പോകുന്ന വഴിക്കുള്ള കാപ്പി, കുറേ കാപ്പിയുടെ വിവരങ്ങളൊക്കെ ഒടിച്ചൊടിച്ചാണ് പോയിരിക്കുന്നത്. ഇനി താഴേക്കുണ്ടോ ചേട്ടാ? തോട്ടത്തിൽ കൂടെ അതിലേരിയൊക്കെയാണ് ഇങ്ങനെ പല കളഞ്ഞ സ്ഥലത്തും ഉണ്ടല്ലേ? ആ, ഇതുപോലെ കാപ്പി ഒടിച്ച് ഈ ലയനിൽ അപ്പോൾ അങ്ങനൊന്നും ഒടിച്ച് അങ്ങനെ ഇടുക ആണല്ലേ? ആകെ കാപ്പി മാത്രമേ നട്ടാ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ അല്ലേ? ആ, കാപ്പി ഉള്ളൂ. അതും ഇപ്പം ഇങ്ങനെയാല്ലേ? ഇപ്പം ഇങ്ങനെ ഒടിച്ചിട്ടല്ലേ, ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമായി. ആണല്ലേ? ഇതിന് മുന്നേ ചേട്ടൻ്റെ പറമ്പിൽ ആന കയറിയിട്ടുണ്ടോ? പിന്നെ കയറിയതാ. അല്ലേ? ആ പറമ്പ് മുഴുവൻ വാഴയാണ്, എല്ലാം ഒറ്റ രാത്രി കൊണ്ട്. ആണല്ലേ? മുഴുവൻ പൂവൻ വാഴയല്ലേ, ആ, ഒക്കെ തകർത്ത് പോയി. ആണല്ലേ? ഇത് കഴിഞ്ഞ ദിവസം ഇപ്പം ഈ താഴത്തെ അവരുടെ പറമ്പിൽ നിന്ന് നേരെ ഇങ്ങോട്ടായിരിക്കും വന്നേല്ലേ? നേരെ ഇവിടെ നിന്ന് അങ്ങോട്ടാ പോയി. ഈ റബ്ബറിൽ ആ പറമ്പ് ഇങ്ങോട്ടാ? ഈ ഭാഗത്തേക്കാ? ആ ഭാഗത്തല്ലേ? ആ, ഈ റബ്ബറിൽ കൂടെ നേരെ അങ്ങ് പോവുകയില്ല ഇവരുടെ പറമ്പിലേക്ക്. ഓക്കെ ഓക്കെ. അത് പോണ വഴി എല്ലാം കാപ്പി കളഞ്ഞാൽ പോകണം. കംപ്ലീറ്റ് കളഞ്ഞാലോ പോകുന്നത്? ഇതെല്ലാം ഓടിച്ച് വെച്ചിട്ട് ഇവരെ അതിനകത്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റും. കാല് വേണം, നടക്കാൻ പറ്റും. ഏകദേശം നമുക്കറിയാലോ. ഇതുപോലെ ഏകദേശം എത്ര വാഴ കളഞ്ഞിട്ടുണ്ടാവും? അത് മാത്രം തോന്നി. ഏകദേശം ഒരു 12 തുറു പോകുമ്പോൾ. 12 തുറു, 12 കൂട്ടം. ആ, കൂട്ടം. അപ്പോൾ ഒരെണ്ണത്തിൽ എത്ര എണ്ണം ഉണ്ടാവും? ഒരെണ്ണത്തിൽ 7 എണ്ണം 6 എണ്ണം ഉണ്ടല്ലേ? ഒക്കെ പോകുമ്പോഴോ വളമിട്ട് വരുന്നത്. 100 പോയിട്ടുണ്ട്. 100 അടുത്ത് പോയിട്ടുണ്ട്. പോയി. ഏറ്റവും നഷ്ടം കാപ്പി പോയി. കാപ്പി പോയതല്ലേ? പിന്നെ റെക്കോർഡ് കൂടി ഓടിച്ചിടുക. ഇത് അന്ന് രാത്രി തന്നെ അറിഞ്ഞായിരുന്നു ചേട്ടാ? വേറെ വെളുത്തില്ല ഇതാണ് അറിയുന്നല്ലേ? രാത്രി ഓടിക്കുന്നൊന്നും കേട്ടില്ലല്ലേ? അപ്പം എന്നാ ഫോറസ്റ്റുകാരെ അറിയിച്ചോ? ഫോറസ്റ്റുകാരെയൊക്കെ അറിയിച്ചില്ല. ഞാൻ പോയില്ല. അതെന്താ അറിയിക്കാൻ? ഒന്നാമത് എനിക്ക് കാല് മേലായിട്ടിരിക്കുക. അതുകൊണ്ടല്ലേ? പിന്നെ പണിക്കാർ വന്നപ്പോഴല്ലേ പറഞ്ഞു അവിടെ എല്ലാം ആരെങ്കിലും പിടിച്ചു. പല പറമ്പിൽ കൂടെ കളഞ്ഞിട്ടുണ്ടല്ലേ? ഇതിന് മുന്നേ കളഞ്ഞതിനൊക്കെ എന്തായാലും നഷ്ടപരിഹാരമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഒന്നിനും ഞാൻ പോയിട്ടില്ല. നടക്കാൻ ഒന്നും എനിക്ക് സുഖമില്ല. ആകെ വരുമാന മാർഗം ഇപ്പം ഈ കാപ്പി ഉണ്ടാവുള്ളൂ അല്ലേ? കാപ്പിയുള്ളൂ. ഇത് ഈ ചേട്ടൻ്റെ വീണ്ടും മുമ്പിൽ കണ്ട കേട്ടോ. ചേട്ടാ, ഇത് ഒടിഞ്ഞു പോയ ഈ റെക്ക പൊടിച്ചിട്ട് ചീഞ്ഞു പോകും. ഇത് മൂത്തതല്ലല്ലോ? മൂത്തതുമില്ല, പച്ചയുണ്ട്. ഉണ്ടല്ലേ?
ഉണ്ടോ ഇത്രയും കാപ്പിക്കുരു കിട്ടുന്ന അത്രയും കമ്പ് കളഞ്ഞില്ല. അപ്പോൾ എന്തായാലും കമ്പ് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. നമുക്ക് പറമ്പിൽ പോയി കറക്റ്റ് കണക്കെടുക്കാൻ പറ്റില്ല, പക്ഷേ ഇത് നോക്കിയാൽ കറക്റ്റ് കണക്ക് കിട്ടും. ഇതാണ് കർഷകൻ്റെ അവസ്ഥ കേട്ടോ. ഇന്ന് നെയ്ക്കുപ്പ പ്രദേശത്ത് വന്നപ്പോൾ കണ്ട ആ ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ പ്രദേശത്തേക്ക് കാട്ടാന എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം നെയ്ക്കുപ്പ പ്രദേശത്തെ കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ട് നിൽക്കുന്നൊരു പ്രദേശമായിരുന്നു. പക്ഷേ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രമാണിച്ച് കുറച്ച് നാളായിട്ട് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വീണ്ടും കാട്ടാനകൾ ഇറങ്ങി തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു ആന ഏത് ഭാഗത്തോടെയാണോ അത് തകർത്തിറങ്ങി വരുന്നത് ആ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. നിരവധി കാർഷിക വിളകൾ കർഷകരെ നഷ്ടപ്പെടുന്നുണ്ട്. പലരും പരാതിപ്പെടുന്ന പോലുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പ്രദേശമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നതാണ്. അങ്ങനെയാണ് നമുക്കിതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ വയനാട്ടിലെ പല പ്രദേശങ്ങളിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.